കേരളത്തിലെ പ്രമുഖ പാൽ ഉൽപ്പന്ന വിതരണ കമ്പനിയായ എളനാട് മിൽക്കിൽ നിരവധി ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കേണ്ട. കേരളത്തിലെ പ്രമുഖ പാലുൽപ്പന്ന വിതരണ കമ്പനിയായ എളനാട് മിൽക്കിലേക്ക് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവനായി കേട്ട് ശ്രദ്ധയോടെ കണ്ട് അതിനുശേഷം മാത്രം ഈ ഒരു വേക്കൻസികളിലേക്ക് അപേക്ഷിക്കുക. അപ്പം നമുക്ക് വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അസിസ്റ്റന്റ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ടെക്നീഷ്യൻ ഓട്ടോമൊബൈൽ, അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഓട്ടോമൊബൈൽ, ഓട്ടോ ഡെൻഡർ, സെയിൽസ്മാൻ കം ഡ്രൈവർ എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നിരവധി വേക്കൻസികൾ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഓരോ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജറായിട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും വേക്കൻസി ഉണ്ട്. മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷനെങ്കിലും ഉണ്ടായിരിക്കണം. കൂടാതെ 4 വീലർ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ്. ഇതും കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും അവൈലബിൾ ആണ്. വേക്കൻസി ഉണ്ട്. +2 അതിന് മുകളിലോ യോഗ്യതയുണ്ടായിരിക്കണം, ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. മോർ ദാൻ 1 വർഷത്തിൽ കൂടുതൽ ഫുഡ് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. സെയിൽസിൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് 1 വർഷത്തിൽ കൂടുതൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ ഒരു വേക്കൻസിയിലേക്കും യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ടെക്നീഷ്യൻ ഓട്ടോമൊബൈൽ ആയിട്ടാണ്. കൊല്ലം ജില്ലയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ITI MMV പാസ്സായവരായിരിക്കണം. 1 വർഷത്തിൽ കൂടുതൽ വെഹിക്കിൾ സർവീസ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സാലറി 18,000 രൂപ ഉണ്ടായിരിക്കും. ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും. സാലറി നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനിക്കുക. നിങ്ങൾക്ക് 2 അല്ലെങ്കിൽ 3 അതിൽ കൂടുതലോ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലറിയിൽ മാറ്റം വരുന്നതായിരിക്കും. ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ്. ഓട്ടോമൊബൈൽ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് കോഴിക്കോട്, കൊല്ലം ജില്ലകളിലേക്കാണ് ഈ ഒരു വേക്കൻസിയും വന്നിട്ടുള്ളത്. ITI MMV ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. 15,000 രൂപയായിരിക്കും സാലറി. ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും. നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക. മെയിലെ പുരുഷന്മാരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്കും പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ഓട്ടോ ഡെൻഡർ പോസ്റ്റിലേക്കാണ്. തൃശ്ശൂരിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിലേക്കാണ്. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് സെയിം ഫീൽഡിൽ ഉണ്ടായിരിക്കണം. 15,000 രൂപയായിരിക്കും ബേസിക് സാലറി ഉണ്ടാവുക. നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സാലറിയിൽ മാറ്റം വരുന്നതായിരിക്കും. യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്കും പരിഗണിക്കുകയുള്ളൂ. അവസാനത്തെ വേക്കൻസി സെയിൽസ്മാൻ കം ഡ്രൈവർ പോസ്റ്റിലേക്കാണ്. SSLC അല്ലെങ്കിൽ അതിന് മുകളിൽ ക്വാളിഫിക്കേഷനുള്ള 4 വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും വേക്കൻസി അവൈലബിൾ ആണ്. സാലറി മറ്റ് ഡീറ്റെയിൽസും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അപ്പോൾ ഈ ഒരു ജോലി നേടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമേ ഉള്ളൂ. www.elanadmilk.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങളുടെ CV careers@elanad.com എന്ന ഇമെയിലിലേക്കും അയച്ചു കൊടുക്കുക. ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ സബ്ജക്റ്റിൽ നിങ്ങൾ ഇതിൽ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് ഈ CV അയച്ചിട്ടുള്ളതെന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അതായത് ഇപ്പോൾ സെയിൽസ്മാൻ കം ഡ്രൈവർ പോസ്റ്റിലേക്കാണ് നിങ്ങൾ CV ഈ ഒരു ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ ഇമെയിലിലേക്ക് CV അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ സബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ സബ്ജക്റ്റിൽ നിങ്ങൾ സെയിൽസ്മാൻ കം ഡ്രൈവർ എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്.